ഒരു വിശുദ്ധ പ്രഭാതം വിശുദ്ധ ആരാധനയോടനുബന്ധിച്ച് നിങ്ങളുടെ മുൻപിലായിരിക്കാൻ കർത്താവ് ഒരുക്കി തന്ന ഈ മഹൽ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവൻ എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന അവൻ അഭിഷിക്തനും കുടുംബത്തിനോടും അവൻ ഹാലലു പ്രത്യേകിച്ച് വേദിയിലായിരിക്കുന്ന അഭിഷിക്തന്മാർക്കും അവൻ ഹാലലിയ എൻ്റെ യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ അവൻ ഒത്തിരി പ്രതീക്ഷയോടെ കർത്താവിൻ്റെ അവൻ പാദപീഠത്തിലായിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും അവൻ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. ഹാലലൂയ. ഒരിക്കൽ കൂടി ഹാലലൂയ പറയാവോ? ഹാലലൂയ. കൃപ എന്നൊരു വിഷയത്തിൽ നിന്ന് ശുശ്രൂഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സന്തോഷമുണ്ടോ? സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ അപ്പനെ ഒരു നിമിഷം എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം. അല്പസമയം പ്രാർത്ഥിക്കുവാൻ എടുത്തു തുടങ്ങിയാട്ടെ. സ്തുതിച്ചു തുടങ്ങിയാട്ടെ. എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ അപ്പ. വചനം പഠിപ്പിക്കുന്ന ഇന്ന് യഹോവയുണ്ടാക്കിയ ദിവസം കഷ്ടമുണ്ട്, സഭയിൽ വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. വചനം നമ്മെ പഠിപ്പിക്കുന്നില്ല ഈ ലോകത്ത് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുക. ഈ ലോകത്തെ ജയിച്ച ജയാളിയായ കർത്താവ് എന്റെ ഒപ്പമുണ്ടെന്ന് ഉറപ്പുള്ളവർ ആമേ ലോകത്തോട് ഭാരപ്പെടുന്നവർ പറഞ്ഞാട്ടെ. എന്റെ ബലഹീനതയിൽ എന്നെ ബലപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവിക കരം ശുദ്ധിയാത്മാവേ ഇപ്പോൾ നിങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ അപ്പാ, അവിടുത്തെ സാന്നിധ്യം ഇനി ഞങ്ങൾക്ക് വേണം അപ്പാ. പോരപ്പാ ഞങ്ങൾക്ക് ആ സാന്നിധ്യത്തിന് നിറവിൽ ആയിരിക്കാൻ സത്യം ഞങ്ങൾക്ക് ഒരുക്കപ്പാ. ഇന്ന് പകൽക്കാലം അവൻ വചനം പറയുവാൻ അടിയനെയും അത് കേട്ട് ഗ്രഹിപ്പാട്ടക്കണം. നിങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നവനെ ഒരുക്കണമേ പിതാവേ. ഹല്ലേലൂയപ്പാ. മായം നിറഞ്ഞി ലോകത്ത് കഴിക്കുന്ന ഭക്ഷണം പോലും മായം നിറഞ്ഞതാ. എന്നാൽ മായമില്ലാത്ത ഒന്നേ ഉള്ളൂ. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ ഞങ്ങൾ വാഞ്ചിക്കുന്നപ്പാ. ആ മായമില്ലാത്ത പാൽ ഞങ്ങൾ കുടിക്കുമ്പോൾ ഞങ്ങളിൽ വ്യാപരിക്കുന്ന സകല മായങ്ങളെയും പരിശുദ്ധിയാത്മാവെടുത്ത് മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. തുടർന്നും കർത്താവിന്റെ മക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സർവ്വപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. കരങ്ങളിൽ ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ പേരിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം അല്പസമയം ആമേൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുമ്പോൾ ഗോഡ്സ് ഗ്രേസ്, ദൈവ കൃപയെ കുറിച്ചാണ് ആമേൻ പകൽക്കാലം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി തിരിഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം. 2 കൊരിന്ത്യർ 12:9. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലന്റെ 13 ലേഖനങ്ങളിൽ ഒരു ലേഖനമാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഒരു ലേഖനമാണ് ആമേൻ കൊരിന്ത്യ ലേഖനം എന്ന് പറയുന്നത്. പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ആമേൻ പൗലോസ് അപ്പോസ്തലൻ ചെറുപ്രായത്തിൽ താൻ ദൈവഭക്തിയിൽ വളർന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. തന്റെ 5-ാമത്തെ വയസ്സിൽ ആമേൻ ഹല്ലേലൂയ പഴയ നിയമ പുസ്തകം ഹല്ലേലൂയ പഠിച്ചു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. തന്റെ 10-ാമത്തെ വയസ്സിൽ 10 കൽപ്പന പ്രബോധിപ്പിക്കുവാൻ താൻ ഇടയായി തീർന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
ആമേൻ, ഹല്ലേലൂയ. എന്നാൽ അവൻ തനിക്ക് ചില അവകാശങ്ങൾ പൗരത്വമൊക്കെ ലഭിച്ചപ്പോ റോമ പൗരത്വം തനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ തന്റെ സ്ഥിതി മാറിയപ്പോൾ താൻ ഭയങ്കര ജ്ഞാനിയാണെന്നൊരു നിഗളം, അഹങ്കാരം തന്റെ ഉള്ളിൽ വന്നപ്പോൾ ദൈവം സ്നേഹിച്ചവരെ, ദൈവം തിരഞ്ഞെടുത്തവരെ, ദൈവം സ്നേഹിക്കുന്ന മക്കൾക്കെതിരായി പൗലോസ്, അതായത് ശൗൽ, തിരിയുവാനായിട്ട് ഇടയായി തീർന്നു. താൻ സ്നേഹിച്ച മക്കളെ, ദൈവം സ്നേഹിച്ച മക്കളെ ശൗൽ അവൻ ഉപദ്രവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ആ ഉപദ്രവം ദൈവം കാണാണ്ടിരുന്നില്ല. ഈ ഉപദ്രവം സഹിക്കുവാൻ കഴിയാണ്ട് അപ്പോസ്തലന്മാർ ഒഴികെ ബാക്കി എല്ലാവരും ശമരിയയിലും മറ്റു പട്ടണങ്ങളിലും പോയി ശുശ്രൂഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതറിഞ്ഞ പൗലോസ് അപ്പോസ്തലൻ അധികാരവും മേടിച്ച് ജനത്തെ ഉപദ്രവിക്കുവാൻ വേണ്ടിയിട്ട് അധികാരവും മേടിച്ച് ഇറങ്ങിത്തിരിക്കുവാണ്. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് സ്വർഗം പൗലോസിനെ തൊടുവാണ്. എവിടെയാണോ ദൈവ ജനത്തെ നശിപ്പിക്കുമെന്ന് അവൻ അധികാര പത്രവുമായി പൗലോസ് ഇറങ്ങി തിരിച്ചത്, അതിന്റെ നടുവ് അവൻ തന്നെ സ്വർഗം അറസ്റ്റ് ചെയ്യുവാനായിട്ടിടയായി. അവൻ താൻ സ്നേഹിച്ച മക്കളെ, ദൈവം നിർണയ പ്രകാരം വിളിച്ച മക്കളെ അവൻ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി അധികാര പത്രവുമായി ഇറങ്ങി തിരിച്ചവനെ സ്വർഗം അറസ്റ്റ് ചെയ്തെങ്കിൽ ഇത് പകൽക്കാലം ആത്മാവിനൊരു ദൂത് കൈമാറട്ടെ. അവൻ നിങ്ങൾക്ക് വിരോധമായി അവൻ എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ അധികാരങ്ങളെയും മാനുഷികമായിക്കൊള്ളട്ടെ, അവൻ പൈശാചികമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം സ്വർഗം അതിനെ അറസ്റ്റ് ചെയ്യുക, സ്വർഗം അതിനെ പിടിച്ചു കെട്ടുന്ന പകൽക്കാലമാണ്. അന്ന് ഇറങ്ങിയത് പൗലോസ് അപ്പോസ്തലൻ തന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് ഈ കൊരിന്ത്യ പട്ടണത്തിൽ എത്തിച്ചേരുന്നത്. ഇരുൾ നിറഞ്ഞ പട്ടണമായിരുന്നു, വെളിച്ചമില്ലാത്ത പട്ടണം. സാമ്പത്തികമായും അവൻ ബുദ്ധിപരമായും എന്ന് പറയുമ്പോൾ അവൻ പഠനപരമായി ഒത്തിരി മുന്നിട്ട് നിന്നൊരു പട്ടണമാണ്. ഒന്നിനും ഒരു കുറവില്ലാത്ത പട്ടണം. ഗ്രീസിലെ തന്റെ കാലത്ത് മനോഹരമായ ഒരു പട്ടണമായിരുന്നു കൊരിന്ത്യ പട്ടണം. എന്നാൽ പാപവും മതവും മ്ലേച്ഛതയും കൊണ്ട് നിറഞ്ഞിരുന്നു. ഇരുൾ നിറഞ്ഞ പട്ടണത്തിലാണ് പൗലോസ് ചെല്ലുന്നത്. കൊരിന്ത്യ സഭയ്ക്കു വേണ്ടി പൗലോസ് എഴുതിയ ലേഖനങ്ങൾ, പേഴ്സണലായിട്ട് താൻ എഴുതിയ ലേഖനമാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. ആ ഒരു ഭാഗമാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് കൈമാറിയ ദൂത്. എന്റെ കൃപ നിനക്ക് മതി. അതിന് 10-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസ് ഒരു കാലഘട്ടത്തിൽ തന്റെ ജ്ഞാനത്തിൽ നിഗളിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇവിടെ പറയുന്നത് താൻ നിഗളിച്ചു പോകാതിരിപ്പാൻ. ഹല്ലേലൂയ. അതിന്റെ 7-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, വെളിപ്പാടിന്റെ റെവലേഷൻ, വെളിപ്പാടിന്റെ ആധിക്യത്തിൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ. 12:1 നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും തൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പൗലോസ് പറയുന്നുണ്ട്. തനിക്കൊരു ഭയമുണ്ട്, മേ ബി ഞാൻ നിഗളിച്ചു പോയാലോ. എന്റെ കഴിവ് കൊണ്ട്, എന്റെ മിടുക്കുകൊണ്ട് ഞാൻ നിഗളിച്ചു പോകുന്നത് കൊണ്ടായിരിക്കും, മേ ബി പോയാലോ. അതുകൊണ്ടാണ് സാത്താന്റെ ദൂതനെ തന്നെ കുത്തുവാൻ വേണ്ടി ഇവിടെ അങ്ങനെ വചനം പഠിപ്പിക്കുന്നത്. വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. A thorn in the flesh was given to me. ജഡത്തിൽ ഒരു ശൂലം, ഒരു മുള്ള്. അത് തന്റെ ജീവനെ ഹാനി വരുത്തുന്നതല്ല, അത് തന്റെ ജീവനെ എടുക്കുന്നതല്ല, എന്നാൽ തന്നെ ശാരീരികമായി തന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചില വേദനകൾ. അവിടെ വചനം പറയുന്നു, താൻ 3 വട്ടം ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു. തനിക്ക് മേ ബി സഹിക്കുവാൻ കഴിയാഞ്ഞിട്ടായിരിക്കാം, ആ പെയിൻ സഹിക്കുവാൻ കഴിയാഞ്ഞിട്ടായിരിക്കാം താൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചത്. അപ്പോൾ ആ കർത്താവ് പറഞ്ഞത്, കുഞ്ഞേ എന്റെ കൃപ നിനക്ക് മതി. അവനോട് പറഞ്ഞില്ല, ഞാനത് ആ രോഗത്തെ തന്നെ അലട്ടുന്ന പ്രതിസന്ധിയെ
മാറ്റാമെന്ന്, ആ വേദനയെ മാറ്റാമെന്നല്ല പറഞ്ഞത്. എന്റെ കൃപ നിനക്ക് മതി. ഞാനൊന്ന് ചോദിക്കട്ടെ, പൗലോസിന് അതുവരെ കൃപ ഇല്ലായിരുന്നു? കൃപ തന്റെ കൂടെ ഇല്ലായിരുന്നോ? കൃപ ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ പ്രശ്നം വരുമ്പോൾ, ആ പെയിനിന്റെ ഡീപ്പിൽ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നാമും ചിലപ്പോൾ ആ കൃപയാണ് മറന്നു പോകും. കൃപ നമ്മുടെ ഒപ്പമുള്ള കാര്യം, അപ്പോൾ നമ്മുടെ ഒപ്പമുള്ള കാര്യം. പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ മൈൻഡ് ആയിരിക്കും. ഈ മൈൻഡിൽ പല കാര്യങ്ങളും നമ്മൾ അങ്ങ് ചിന്തിച്ചു കൂട്ടും. ദൈവത്തെ പോലും നമ്മൾ പിറുപിറുക്കും, എന്തിനാ കർത്താവ് എനിക്ക് ഇങ്ങനെ വന്നത്, എന്തൊരു ജീവിതമായത്, എന്തൊരു നശിച്ച ജീവിതമാണെന്ന് പോലും നമ്മൾ പലപ്പോഴും നമ്മുടെ നാവുകളിൽ പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും അവനെ പറയല്ലേ സഭയെ, പിറുപിറുക്കല്ലേ. അധികാരമുള്ള നാവ്, ദൈവം അധികാരം തന്നിട്ടുള്ള നാവ്, നമ്മുടെ നാവ്. കർത്താവിനെതിരായി ഒന്നും പറയല്ലേ. ആ കൃപ നമ്മൾ എപ്പോഴും കൂടെ. എന്താ കൃപ? നമ്മൾ എപ്പോഴും പറയും, കൃപ വേണമപ്പ, കൃപ വേണമപ്പ. എന്താ സഭയെ കൃപ? അർഹതയില്ലാത്ത ഇടങ്ങളിൽ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിംഗ് കർത്താവ് തന്നിട്ടുള്ള ഒരു വലിയൊരു അനുഗ്രഹമാണ് ദൈവ കൃപ എന്ന് പറയുമ്പോൾ. എന്താ കൃപ? ഹിസ് ഫേവർ, ഹിസ് കൈൻഡ്നസ്, ആ ദയ, ആ സ്നേഹം. അർഹതയില്ലാത്ത ഇടങ്ങളിൽ, അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ നമ്മെ കൊണ്ട് നിർത്തുന്നില്ലേ? അർഹതയില്ലാത്ത അനുഭവങ്ങളിൽ അർഹതയുണ്ടോ? നിൽക്കുന്നത് കൃപയല്ലേ? നമ്മെ നടത്തുന്നത് കൃപയല്ലേ? കൃപയല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടോ? കൃപ ഇല്ലെങ്കിൽ രക്ഷ അസാധ്യമാ. ഈ കൃപ ഇല്ലെങ്കിൽ നാം ഇതിന്റെ ഉള്ളിലായിരിക്കത്തില്ല. കൃപയാൽ അത്രയാ രക്ഷ, കൃപയാൽ അത്രയാ ആത്മരക്ഷ. അത് നേടേണ്ടത് വിശ്വാസത്താലാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വാസത്താൽ ഞാൻ കൃപയെ നേടുന്നു. ആ വേദന ഇരിക്കുമ്പോഴാ പൗലോസിനോടൊപ്പം പറയുന്നത്, കുഞ്ഞി നീ എന്തിനാ വേദനിക്കണേ? നീ എന്തിനാ പ്രയാസപ്പെടുന്നത്? എന്റെ കൃപ നിന്റെ കൂടെ ഇല്ലേ? എന്നിട്ട് രോഗം മാറ്റാന്നല്ല, ഞാൻ നിന്റെ ക്ഷീണം, നീ പ്രയാസപ്പെടുന്ന വേദന മാറ്റാന്നല്ല അപ്പൻ പറഞ്ഞേ. കുഞ്ഞ്, എന്റെ കൃപ നിനക്ക് മതി. അതിന് താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നിങ്ങളുടെ ബലഹീനതയ്ക്കുള്ളിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവ ശക്തിയുണ്ട്. ആ ശക്തി എനിക്ക് വേണമപ്പോ. അതുകൊണ്ട് പൗലോസ് പറയുക, എനിക്ക് വേദന വന്നോട്ടെ, കഷ്ടത വന്നോട്ടെ, നിരാശ വന്നോട്ടെ, ആ ശക്തി എനിക്ക് പകരുന്നുണ്ടല്ലോ. ആ താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ പൗലോസ് സന്തോഷിക്കുന്ന ഒരു അനുഭവം. പെട്ടെന്ന് ആ വേദനയിൽ നിന്ന് ആ കൃപ മതി എന്ന് പറഞ്ഞ ആ പദം കേൾക്കുമ്പോൾ തന്റെ ആ വേദനകൾ മാറുവാണ്, താൻ സന്തോഷിക്കുവാണ്. എനിക്ക് കഷ്ടത വന്നോട്ടെ, ഉപദ്രവം വന്നോട്ടെ, ഞെരുക്കം വന്നോട്ടെ, പ്രയാസം വന്നോട്ടെ, ആ ബലഹീനതയിൽ തികയും ദൈവശക്തി എന്നിലേക്ക് എന്റെ അപ്പൻ പകരുന്നുണ്ടല്ലോ. അത് മതിയപ്പാ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടെങ്കിൽ എത്ര വലുതാ കൃപ, എത്ര വലുതാ കൃപ അല്ലേ? നമ്മെ സ്നേഹിച്ച കൃപ, നമ്മെ പ്രൊട്ടക്ട് ചെയ്ത കൃപ. ഒരു അനർത്ഥം ഭവിക്കത്തില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല എന്ന് പ്രോമിസ് ചെയ്ത് നമ്മെ വഴി നടത്തിയ കൃപ. കഷ്ടം വന്നിട്ടുണ്ട്, രോഗം വന്നിട്ടുണ്ട്, പ്രതികൂലങ്ങളല്ല, പ്രശ്നങ്ങളില്ല എന്നല്ല, പരീക്ഷകളില്ല എന്നല്ല, പരീക്ഷയോട് കൂടെ ഒരു പോക്കുവഴി തരുന്നവനാ കർത്താവ്. പരീക്ഷ നമുക്ക് സഹിക്കാൻ പറ്റുന്ന പരീക്ഷ മാത്രമേ കർത്താവ് തരത്തുള്ളൂ. നമ്മൾ പറയും, എപ്പോഴും എനിക്ക് കഷ്ടതയാ, എപ്പോഴും എനിക്ക് വേദനയാ. ചിന്തിച്ചിട്ടുണ്ടോ, ഈ കഷ്ടമില്ലായിരുന്നെങ്കിൽ, ഈ വേദനകൾ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ അപ്പനെ നാം മുറുകെ പിടിക്കുമായിരുന്നോ? എങ്കിൽ സഭയിൽ നമ്മൾ ആയിരിക്കുമായിരുന്നോ? നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിയെങ്കിൽ, നമ്മൾ ചോദിക്കുന്ന ടൈമിൽ ആ സെക്കൻഡിൽ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് തന്നുവെങ്കിൽ, നമ്മൾ ആരെങ്കിലും കർത്താവിനെ അറിയുമായിരുന്നോ? സ്നേഹിക്കുമായിരുന്നോ? വിശ്വസിക്കുമായിരുന്നോ? ആരാധിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. നമ്മൾ അവൻ ആവശ്യപ്പെടുമ്പോൾ കിട്ടിയെങ്കിൽ നമുക്ക് എന്തിനല്ല ദൈവം?
പരീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ നാം ഈ ദൈവസന്നിധിയിൽ നിലനിൽക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് സന്തോഷം വന്നാലും വേദന വന്നാലും ദുഃഖം വന്നാലും അപ്പനെ കൂടെ കൂട്ടിക്കോണേ. ഏത് സന്തോഷത്തിലും അപ്പനെ അനുഗ്രഹിച്ചാലും ഉയർച്ചയിലും താഴ്ചയിലും അപ്പനെ കൂടെ കൂട്ടിക്കോണേ. എത്ര ഉന്നതികളിൽ എത്തിയാലും കർത്താവ് നടത്തിയ വഴികൾ, ആ കൃപ നമ്മെ നടത്തിയ വഴികളെ മറന്നു പോകല്ലേ. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം നോക്കുമ്പോൾ 6:8 നമുക്കാണ് കാണുന്നു നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എങ്ങനെയാ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചത്? അവൻ പാപം നിറഞ്ഞ സമൂഹത്തിലാണ് നോഹ ജീവിച്ചത്. അവൻ ദേശം പാപവും അധർമ്മവും മ്ലേച്ഛതകളും ദൈവഹിതമില്ലാത്തത് പലതും ആ ദേശത്ത് നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ഇടയിൽ ദൈവം നീതിമാനായിട്ട് ഒറ്റ മനുഷ്യനെ കണ്ടുള്ളൂ. അതാണ് നോഹ. താൻ ജലപ്രളയം കൊണ്ട് ദേശത്തെ നശിപ്പിക്കുമെന്ന് അവൻ നോഹയോട് പറയുമ്പോൾ തനിക്ക് മാത്രമാണ് ആ കൃപ, അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള കൃപ ലഭിച്ചത്. ആ ഒരു ഭാഗ്യം ലഭിച്ചത് നോഹയ്ക്ക് മാത്രമാ. ആ പെട്ടകത്തിൽ കയറുവാൻ ഭാഗ്യം ലഭിച്ച സഭയെ ആർക്കും ലഭിക്കാത്ത ഭാഗ്യമാ. ആ പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുവാൻ നോഹയെ കുടുംബം അടങ്ങുന്ന 8 പേർ അല്ലാണ്ട് ഒത്തിരി പേരോട് നോഹ പ്രസംഗിച്ചു പറഞ്ഞു, മഴ വരുവാണ്, മാനസാന്തരപ്പെടുക, ദൈവത്തെ അറിയുക, പെട്ടകത്തിൽ കയറുക, റെഡിയാകുക. ആരും കേട്ടില്ല. പലരും നോഹയെ കളിയാക്കി വിടുമ്പോൾ തനിക്കും കുടുംബത്തിനും കൃപ ലഭിച്ചു. പെട്ടകത്തിൽ കയറുവാൻ സഭയെ നിങ്ങൾക്ക് കൃപ ലഭിച്ചിരിക്കുക, അവസരം ലഭിച്ചിരിക്കുക. പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുവാൻ കർത്താവ് നിങ്ങൾക്ക് അവസരം തന്നിരിക്കുമ്പോൾ അത് മിസ്യൂസ് ചെയ്യല്ലേ, അത് വെറുതെ കളയല്ലേ. ഇത് പെട്ടകത്തിൽ കയറേണ്ട സമയമാ. ഇത് ദൈവ കൃപയുടെ കാലമാ. ഇത് കൃപയുഗമാ. പെട്ടകത്തിൽ കയറിയാലേ രക്ഷ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. നോഹയ്ക്കും ആ കൃപ ലഭിച്ചുവെങ്കിൽ ജോസഫിനും കൃപ ലഭിച്ചു. ചിലതൊക്കെ സഹിക്കുവാനുള്ള കൃപ. എന്തുവാണോ അവൻ ജോസഫിന് ലഭിച്ച്? താൻ കണ്ട ഒറ്റ ഒരു സ്വപ്നത്തിന്റെ പേരിൽ സഹോദരന്മാർ തള്ളി. അപ്പൻ കർത്താവിനോട് ദൈവത്തോട് കൂടെ നിന്ന മനുഷ്യനാണ്. താൻ പോലും തന്നെ സ്വപ്നത്തിനെതിരെ അവൻ തന്നെ വഴക്കു പറയുവാൻ ശകാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആരും തന്നെ സ്വപ്നത്തെ അംഗീകരിച്ചില്ല. ജോസഫ് തളർന്നില്ല, പതറില്ല. കാരണം എന്താണെന്നറിയോ? അത് ജോസഫ് കണ്ട സ്വപ്നമായിരുന്നു. അത് ജോസഫിന്റെ സ്വപ്നമായിരുന്നു. ജോസഫ് കെട്ടിപ്പണിതുക അവൻ ഉയർത്തിയ സ്വപ്നമായിരുന്നു. ജോസഫ് ആഗ്രഹിച്ച സ്വപ്നമായിരുന്നു. അത് ജോസഫിനെ കുറിച്ച് ജോസഫിനെ കുറിച്ച് പദ്ധതിയുള്ള ദൈവത്തിന്റെ സ്വപ്നമായിരുന്നു. അത് ജോസഫിന്റെ സ്വപ്നമല്ല. ജോസഫിന്റെ സ്വപ്നം, ജോസഫ് കണ്ട സ്വപ്നം, അവൻ ദൈവത്തിന്റെ സ്വപ്നമായിരുന്നു. ജോസഫിനെ ഏത് ലെവലിൽ കൊണ്ടെത്തിക്കണം? ആ സ്വപ്നത്തിൽ എത്തിച്ചേരുവാൻ കഴിയാതെ വണ്ണം പല തടസ്സങ്ങളും പ്രതികൂലങ്ങളും സഹോദരന്മാർ പോലും തന്നെ ഒറ്റപ്പെടുത്തി. സഹോദരന്മാർ തന്നെ മാറ്റി നിർത്തി. കൂടെ നിന്ന് ചേർത്ത് പിടിക്കേണ്ട സ്വന്തം സഹോദരന്മാർ. അപ്പൻ ആരുമില്ല, തനിക്കൊരു കൂട്ടായി ഉണ്ടായിരുന്നു. സ്വന്തം ബന്ധം കൈവിട്ടാലും കൈവിടാത്തൊരപ്പൻ. ആരെങ്കിലും അവൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആരുമില്ല എന്ന് ആരും ചിന്തിക്കല്ലേ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥനെ തള്ളിക്കളയത്തില്ല എന്നാ അപ്പൻ വചനം പഠിപ്പിക്കുന്നേ. അപ്പൊ നമുക്ക് പ്രോമിസ് തന്നിട്ടുണ്ട്, വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും മറക്കത്തില്ല, ഒരിക്കലും തള്ളിക്കളയത്തില്ല. ഞാൻ നിങ്ങൾ സ്നേഹിക്കുന്ന അപ്പന.
ലോകം തള്ളിയാലും, മനുഷ്യർ തള്ളിയാലും, സ്നേഹിതർ തള്ളിയാലും, പലരും ദുഷിക്കാം, നിന്ദിക്കാം, പരിഹസിക്കാം. എന്നാൽ നിങ്ങളെ മാറോട് ചേർക്കുന്നൊരപ്പൻ. ആമേൻ. ജോസഫ് ഒറ്റയ്ക്കായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. പൊട്ടക്കിണറിൽ തന്റെ സഹോദരങ്ങൾ തള്ളിയിടുമ്പോൾ താൻ തളർന്നില്ല. തനിക്ക് അവിടെ സഹിച്ചു നിൽക്കാനുള്ള കൃപ കർത്താവ് കൊടുത്തില്ലേ? ചിലതൊക്കെ സഹിക്കുവാനുള്ള കൃപയെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളുടെ കൈമാറുക. ചിലതൊക്കെ സഹിക്കുവാൻ, ചിലതൊക്കെ ക്ഷമിക്കുവാൻ. അവൻ പൊട്ടക്കിണറിൽ തള്ളിയിടുമ്പോഴും സഹിക്കുവാൻ തനിക്ക് കൃപ ലഭിച്ചു. പോത്തിഫറിന്റെ വീട്ടിൽ അവൻ താൻ കാരാഗ്രഹത്തിലാകുമ്പോഴും സഹിക്കുവാൻ ദൈവം കൃപ കൊടുത്തു. പലരും ജോസഫിനെ മറന്നെങ്കിലും തന്നെ മറന്നു കളയാത്തൊരു അപ്പൻ ഉണ്ടായിരുന്നു. ലോകം തന്നെ മറന്നപ്പോൾ, പാനപാത്രവാഹകൻ തന്നെ മറന്നുപോയി. എന്നാൽ സ്വർഗം തന്നെ മറന്നിട്ടില്ല. എത്തിച്ചില്ല. സകലത്തിന്മീതെ അധികാരം കൊടുത്ത്, ആ ദേശത്തിന് മുഴുവൻ അധികാരം കൊടുത്ത്, ജോസഫിന് വേണ്ടാത്തവർ ജോസഫിനെ തേടി വന്നില്ലേ? വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവർ, തന്നെ വേണ്ട എന്ന് പറഞ്ഞ് അവൻ മാറ്റി നിർത്തിയ സഹോദരന്മാർ അവൻ തന്റെ അടുക്കൽ എത്തിയില്ലേ? അവൻ ഉൽപ്പത്തി പുസ്തകം 9:20 വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി മാറ്റിയെന്ന്. ചിലരൊക്കെ നിങ്ങളെ മറന്നത് നല്ലതിനാണ്. അത് നിങ്ങളുടെ ലൈഫിൽ ഗുണമായി തീരും. ജോസഫിന്റെ ലൈഫിൽ അതാ വെളിപ്പെട്ടത്. ഇന്ന് താൻ അനുഭവിക്കുന്ന ഈ സന്തോഷം, ഇന്ന് താൻ നിൽക്കുന്ന നിലവാരം താൻ ഒറ്റയ്ക്ക് നേടിയതല്ല, തന്റെ കഴിവ് കൊണ്ട് നേടിയതല്ല, കൃപയാ തന്നെ കൊണ്ട് നിർത്തിയത്. തന്നെ തേടി വന്നില്ലേ സഹോദരന്മാർ? തന്നെ തേടി വന്നില്ലേ അപ്പൻ? ഇതായിരുന്നു തന്നെ കുറിച്ചുള്ള സ്വർഗത്തിന്റെ സ്വപ്നം. നിന്നെ കുറിച്ച് കർത്താവിന്റെ സ്വപ്നമുണ്ട്. അത് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കാൾ വലുതാ സഭയെ. നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കാം, എന്നാൽ അതിലും വലുതാ നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരം, നിങ്ങളുടെ പ്ലാനുകളല്ല എന്റെ പ്ലാൻ, നിങ്ങളുടെ പദ്ധതികളല്ല എന്റെ പദ്ധതി എന്ന് വിളിച്ചു പറഞ്ഞ് കൃപ തന്നെ ഉയർത്തി. ഈ കൃപ നമ്മെ ഇത്രയും നടത്തുമ്പോ ആ കൃപയ്ക്ക് വേണ്ടി നാം നിൽക്കണ്ടേ, എഴുന്നേൽക്കണ്ടേ, പ്രകാശിക്കണ്ടേ. കർത്താവിന് വേണ്ടി അവൻ എഴുന്നേറ്റ് പ്രകാശിക്കണ്ടേ. അവൻ യെശയ്യാവ് 60:1 പറയുന്നു: എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. Arise and shine, for your light has come. എഴുന്നേൽക്കാം, പ്രകാശിക്കാം. ഇത് എഴുന്നേൽക്കേണ്ട സമയമാണ്. ഇത് കർത്താവിന് വേണ്ടി നാം പ്രകാശിക്കേണ്ട സമയമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നാം പ്രകാശിക്കേണ്ടത്? ഒരിക്കലും അഭിഷിക്തൻ അവൻ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ, ശക്തമായ ശുശ്രൂഷ നടക്കുമ്പോൾ, അവൻ സഭയിൽ അഭിഷിക്തൻ വിളിച്ചു പറഞ്ഞു, ഉണർവ് ഉണർവ് ഉണർവെന്ന് പറയുമ്പോൾ സഭ ശക്തിയോട് ആരാധിക്കുവാനായിട്ട് തുടങ്ങി. ഭയങ്കര ശക്തിയോടെ നല്ലൊരു ആരാധനയോടെ വെളിപ്പെട്ടു. എന്നാൽ അല്പസമയം കഴിഞ്ഞ് അഭിഷിക്തൻ വീണ്ടും പറഞ്ഞു, വിശുദ്ധി വിശുദ്ധി വിശുദ്ധി. സഭ ആകമാനം സൈലന്റായി. ഉണരുവാൻ ആർക്കും കഴിയും സഭയെ. നമുക്ക് ആരാധിക്കുവാൻ കഴിയും, പ്രാർത്ഥിക്കുവാൻ കഴിയും, ബുദ്ധിയിൽ എന്തും ചെയ്യാൻ നമുക്ക് കഴിയും. അതിനുള്ളിൽ വിശുദ്ധിയില്ലെങ്കിൽ കർത്താവ് നിറയ്ക്കുവാൻ കഴിയുമോ? ജസ്റ്റ് ഇമാജിൻ,
ഉണ്ടോ? അത് ഒഴിക്കുവാൻ പറ്റുമോ? എന്നാൽ അതിനെ കഴുകിക്കളഞ്ഞ് അതിനെ ക്ലീൻ ആക്കിയാൽ എനിക്ക് ഈ പാൽ അതിലൊഴിച്ചൂടെ? ഇതാ അവൻ അശുദ്ധി ഉള്ളിടത്ത് കർത്താവിനെ നിറയ്ക്കാൻ പറ്റത്തില്ല. വിശുദ്ധി വേണം. വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്ത് നിൽക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധി എന്ന് പറയുന്നു. വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്ന ചിലതിനെ ആമേൻ ഈ സഭയ്ക്ക് നിന്ന് പരിശുദ്ധി എന്ന് എഴുന്നേൽപ്പിക്കുന്നത്. ചില തലമുറകളെ വിശുദ്ധിക്ക് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്ന തലമുറ എഴുന്നേറ്റ് പ്രകാശിക്കാം. ഇത് കൃപായുഗമാണ്. ഇത് ദൈവ കൃപയുടെ സമയമാണ്. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ വചനം പറയുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതിയെയും, അന്ധകാരം കൂരിട്ട് അവൻ നമ്മെ മൂടി കളയാതിരിപ്പാൻ, ആ ഇരുൾ നമ്മെ മൂടി കളയാതിരിക്കണമെങ്കിൽ നാം എഴുന്നേറ്റ് പ്രകാശിച്ചേ പറ്റത്തുള്ളൂ. തലമുറകളെ നാം എഴുന്നേറ്റ് പ്രകാശിച്ചേ പറ്റത്തുള്ളൂ. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യം തലമുറകളെയാണ്. അതുപോലെ തന്നെ ലോകത്തിന് ആവശ്യം തലമുറകളെയാണ്. അതുപോലെ തന്നെ പിശാചിന് ആവശ്യം തലമുറകളെയാണ്. അതാ വചനം പഠിപ്പിക്കുന്നത്, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പേൻ. നിങ്ങളുടെ പ്രതിയോഗിയെ പിശാച് അലറുന്ന സിംഹം പോലെ, like a roar lion, അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് വായി തുറന്ന് നിൽക്കുന്ന കാലമാണ്. തലമുറകളെ നിങ്ങൾ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. കർത്താവിന് വേണ്ടി ശോഭിച്ചേ പറ്റത്തുള്ളൂ. അവൻ ആക്സിഡന്റുകൾ കൊണ്ടിട്ട് അവൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആക്കുന്ന എല്ലാ ഇരുളിന്റെ ശക്തികളെയോ സഭ തലമുറകൾക്ക് വേണ്ടി കരഞ്ഞേ പറ്റത്തുള്ളൂ. കരഞ്ഞേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ തലമുറകളിലൂടെ ഉണർവ്. അത് അവൻ ദൈവത്തിന് അറിയാം ഒന്നുള്ളതുപോലെ പിശാചിനും അറിയാം. ഓരോ വാഗ്ദത്തങ്ങളും തലമുറയെ പറ്റിയുള്ള ഓരോ അവൻ ദൂതുകളും വാഗ്ദത്തങ്ങളും അവൻ ദൈവത്തിന് എന്ന പോലെ പിശാചിനും അക്യുറേറ്റ് ആയിട്ട് അറിയാം. കരഞ്ഞേ പറ്റത്തുള്ളൂ. താഴ്ന്നേ പറ്റത്തുള്ളൂ. ദൈവസന്നിധി താഴ്വ. അതാ വചനം പഠിപ്പിക്കുന്നത്. അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ആ ബലമുള്ള കൈ കീഴെ താഴ്ന്നേ പറ്റത്തുള്ളൂ. താഴ്ന്നവരെ ഉയർത്തുന്ന ദൈവം, താഴ്ന്നവരെ അവൻ ദരിദ്രരെ സമ്പന്നന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവമാണ്. എഴുന്നേൽക്കേണ്ട സമയമാണ്. അവൻ 55:21 വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു. God's covenant with his people. അവൻ ഇസ്രായേലിനോടുള്ള ഒരു നിയമം കർത്താവ് വെച്ചിട്ടുള്ളത്. അതിന്റെ താഴെ പറഞ്ഞു, നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും. His words and soul. വചനവും ആത്മാവും. നാം പ്രാർത്ഥിക്കാറുണ്ടല്ലേ, ആരാധിക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. എങ്ങനെയാ? ബുദ്ധിയിൽ നിന്ന് നമുക്ക് പ്രസംഗിക്കാം, ആത്മാവിൽ പ്രസംഗിക്കാം. എങ്ങനെയാ നമ്മുടെ പ്രസംഗമായിരിക്കണം? അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയായിരിക്കണം? നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന തലങ്ങൾ മാറണം. നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ളിൽ ഒരു ജീവൻ ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ടല്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ ജീവനോട് നിൽക്കുന്ന ഹാർട്ട് ഉള്ളത് കൊണ്ട്. ആ ഹാർട്ടിൽ നിന്ന് നമ്മൾ മരിച്ചവരല്ലേ. അതുപോലെ ഒരു ആത്മീകന്റെ ഉള്ളിൽ ഒരു ജീവൻ ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ളിൽ ആത്മാവ് ഉണ്ടായിരിക്കണം. ബുദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും, ബുദ്ധിയിൽ നമുക്ക് ആരാധിക്കുവാൻ കഴിയും, പ്രീച്ച് ചെയ്യാൻ കഴിയും, പ്രസംഗിക്കുവാൻ കഴിയും, അങ്ങനെ എന്ത് വേണേലും ചെയ്യുവാൻ കഴിയും. ഒരു ചലനം ഉണ്ടാകത്തില്ല. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ളിൽ ആത്മാവുള്ളതാക്കിയിരുന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ബൈബിൾ ധ്യാനം, നമ്മുടെ ആരാധന, നമ്മുടെ പ്രസംഗത്തിന്റെ ഉള്ളിൽ ആത്മാവുള്ള
നീ പാടുമ്പോൾ അതിന്റെ ഉള്ളിൽ ആ പാട്ടിന്റെ വരികളിൽ വെളിപ്പെടും ദൈവശക്തി. ആത്മാവിൽ പാടുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ചലിക്കുമെന്ന് ദൈവശക്തി. ഉണർത്തുവാൻ പ്രാർത്ഥനകൾ ആത്മാവിലാവട്ടെ, ആരാധനകൾ ആത്മാവിലാവട്ടെ. പ്രാർത്ഥനയല്ല, ഇത് അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ലേ, കല്ലിൽ കൊത്തിയ മരണ ശുശ്രൂഷയല്ല. ഇത് ആത്മാവിന്റെ ശുശ്രൂഷ, ഇത് അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണം? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെയാകരുത്. അവൻ ആരെയും കാണിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. കുഞ്ഞുങ്ങളെ ആരെയും കാണിക്കുവാൻ വേണ്ടി ആരും പ്രാർത്ഥിക്കരുത്. അമ്മയെ കാണിക്കുവാൻ, അപ്പനെ കാണിക്കുവാൻ അല്ല പ്രാർത്ഥിക്കേണ്ടതിന്. പ്രാർത്ഥിക്കേണ്ടത് കർത്താവിന് പ്രീതി തോന്നണം, ഗോഡ്സ് ഫേവർ വെളിപ്പെടണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ളിൽ അപ്പൻ ഇറങ്ങി വരണം, കരയണം, സഭ കരയണം. കർത്താവിനോട് ചോദിക്കാറുണ്ട്, അപ്പാ മറ്റുള്ളവരുടെ വേദന എന്റെ വേദനയാക്കി മാറ്റണമെന്ന്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ജീസസ് ക്രൈസ്റ്റ് വെപ്റ്റ്. കർത്താവ് കരഞ്ഞതായിട്ട് ആ സുവിശേഷത്തിൽ നമുക്ക് കാണുന്നുണ്ട്. മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ചെല്ലും. എന്തിനു വേണ്ടിയിട്ട് അപ്പൻ കരഞ്ഞ്? താൻ സ്നേഹിച്ച കുടുംബത്തിലെ ഒരു വ്യക്തിയെ മരണപ്പെട്ട് താൻ സ്നേഹിച്ച വ്യക്തികൾ കരയുന്നത് കണ്ടപ്പോ അപ്പൻ കരഞ്ഞു. ആ ഒരു ബന്ധം മാത്രമല്ല ഉണ്ടായിരുന്നു, ആ ഒരു ബന്ധം മാത്രമല്ല, ആ ഒരു സ്നേഹബന്ധത്തോടനുബന്ധിച്ച് മാത്രമല്ല അപ്പൻ കരഞ്ഞേ. അവരുടെ വേദന, അപ്പന്റെ വേദന തീർന്നപ്പോഴല്ലേ അപ്പൻ കരഞ്ഞേ. പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും അവരുടെ പ്രശ്നം എന്താന്ന്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അപ്പ മറ്റുള്ളവരുടെ വേദന എന്റെ വേദനയായിരിക്കും. അവർ പറയുമ്പോൾ ആ വിഷമം എനിക്ക് ഫീൽ ചെയ്യണം, അവരുടെ അവസ്ഥ എനിക്ക് ഫീൽ ചെയ്യണം, ആ കൃപ എനിക്ക് വേണം അപ്പ. ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോഴാ പ്രാർത്ഥനയ്ക്കുള്ളിൽ നമുക്കറിയുമ്പോൾ മറുപടി വേഗത്തിൽ വെളിപ്പെടും. നമുക്കറിയുമ്പോൾ മനസ്സറിയുന്നവനാ, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്ന കർത്താവാ, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനെന്ന് പറഞ്ഞ കർത്താവാ അപ്പൻ. നിങ്ങളുടെ ഹൃദയം തകരുമ്പോൾ മാറിയിരിക്കുന്ന അപ്പനല്ല, നിങ്ങൾ നുറുക്കപ്പെടുമ്പോൾ വേദനിക്കുമ്പോൾ മാറി ഒളിച്ചു നിൽക്കുന്നവരല്ല. സാമ്പത്തിക ആവശ്യത്തിനായി ആരെങ്കിലും മുൻപിൽ ചെല്ലുമ്പോൾ പലതവണ കടം വാങ്ങി അവർ നിങ്ങളെ കാണുമ്പോൾ ഒളിക്കുമായിരിക്കാം. നിങ്ങൾ എത്ര പറഞ്ഞാലും, എന്തൊക്കെ അപ്പനോട് കുറ്റം പറഞ്ഞാലും, എനിക്ക് തന്നില്ലല്ലോ പുറപ്പെടുത്താലും നിങ്ങളെ വിട്ട് അപ്പൻ മാറി പോകത്തില്ല. എഴുന്നേൽക്കാൻ തയ്യാറാണോ? അപ്പയ്ക്ക് വേണ്ടി എഴുന്നേൽക്കാൻ തയ്യാറാണോ? അപ്പയ്ക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാണോ? ഞാൻ റെഡിയോ അപ്പ. വചനം പറയുന്നതുപോലെ അപ്പന്റെ വചനങ്ങളും ആത്മാവും നമ്മെ വിട്ട് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ കൈമാറപ്പെട്ടത് അത് ഒരിക്കലും മാറിപ്പോകുന്നതല്ല. അത് തലമുറകളോളം അത് കൈമാറ്റം ചെയ്ത് വരുന്നതാ. അതൊരിക്കലും മാറിപ്പോകുന്നതല്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും അപ്പന്റെ വചനങ്ങൾക്ക് വാക്കുകൾക്ക് മാറ്റം വരുത്തില്ല എന്ന്, ഒരു വള്ളിക്കും പുള്ളിക്കോ വ്യത്യാസം വരുത്തില്ല എന്ന് പഠിപ്പിച്ച കർത്താവ്. എഴുന്നേൽക്കാൻ തയ്യാറാണോ? നമ്മൾ എഴുന്നേറ്റില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? ഇരുൾ നമ്മളെ മൂടും. അന്ധകാരം ഭൂമിയെ കൂരിലിട്ട് ജാതികളെ പോലെ നമ്മെ മൂടുമെന്ന് വചനം പഠിപ്പിക്കണ്ടേ? ജാതികളെ പോലെ ആകുവാനാണോ നമ്മെ സ്വർഗം വിളിച്ചേ? എത്രയോ ശ്രേഷ്ഠന്മാർ, ഉന്നതന്മാർ നമ്മെക്കാൾ ഉണ്ടായിരുന്നിട്ടും അതിന് നടുവിൽ ഒന്നുമല്ലാതിരുന്ന നമ്മെ കൃപ തിരഞ്ഞെടുത്തില്ലേ?
ഒരു കാര്യം കൂടി കർത്താവ് ഓർമ്മിപ്പിച്ചോളൂ. ഞാൻ പറയട്ടെ, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാറുണ്ട് അല്ലേ? അവരെ കണ്ടു പഠിക്കും, ഇവരെ കണ്ടു പഠിക്കും. എന്താ പഠിക്കേണ്ടവരെ കണ്ടു? നാളെ അവരെങ്ങനെ തീരുമെന്ന് നമുക്കറിയോ? പറയണം, യേശുവെ കണ്ടു പഠിക്കാൻ പറയണം. സ്നേഹം എന്താന്ന് കാട്ടിത്തന്നവൻ, ക്ഷമ എന്താന്ന് കാട്ടിത്തന്നവൻ, സഹിക്കുവാനും താഴുവാനും, ഏത് പ്രശ്നത്തിൽ നടുവിൽ ആർക്ക് ഉപദ്രവിച്ചാലും ശമിച്ചാലും തുപ്പിയാലും ഒന്നും പറയാണ്ട് മിണ്ടാണ്ട് നിൽക്കുവാൻ മാതൃക കാട്ടിത്തന്നൊരപ്പൻ. അപ്പനെ കണ്ടു പഠിക്കുവാൻ പറയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. യേശുവെ കണ്ടു പഠിക്കണം. ജ്ഞാനത്തിൽ കുറവില്ല. സ്നേഹം എന്താണ്, ക്ഷമ എന്താണ്, അവൻ അതേപടി കാട്ടിത്തന്നവരാ. ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ്, ആത്മാവിന്റെ ഫലങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ കഴിയും. അവൻ പുതിയ നിയമപുസ്തകത്തിൽ നമ്മൾ ഉടനീളം നോക്കിയാൽ നമുക്കത് കാണാം. യേശുവിലൂടെ വെളിപ്പെട്ടത് ക്ഷമ, താഴ്മ. ആരെങ്കിലും നിങ്ങളോട് വഴക്കിന് വന്നാൽ തിരിച്ച് വഴക്കിന് പോകല്ലേ. ഈ ബൈബിൾ നമ്മെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അപ്പൊ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാ. ആരെങ്കിലും നിങ്ങളെ ശപിക്കുവാൻ വേണ്ടിട്ട് വന്നാ, നിങ്ങളെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളെ ശപിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങളെ കരയിപ്പിക്കുന്നവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാ വചനം പഠിപ്പിക്കുന്നത്. തെറ്റായ ഒന്നും ഈ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ക്ഷമയും താഴ്മയും സ്നേഹവും വിനയവും ഈ ബൈബിൾ മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വചനം പറയുന്നു, ഈ ന്യായപ്രമാണത്തിൽ ഇല്ലാത്ത ഒന്നും ഇടത്തോട്ടോ വലത്തോട്ടോ മാറി നടക്കരുത്. ക്ഷമിക്കാം. ആരെങ്കിലും വഴക്കിൽ വന്ന അപ്പൊ ക്ഷമിച്ചില്ല, ഒത്തിരി ക്ഷമിച്ചില്ലേ, അപ്പോൾ ആ തേജോമാനെ കർത്താവിന്റെ രൂപം മനസ്സിൽ കൊണ്ടുവരണം. ആണിപ്പെടുത്തണം. കാരണം നമുക്ക് വേണ്ടി ചിന്തി ആ കാൽവരി ക്രൂശിൽ തൂങ്ങപ്പെട്ട അപ്പനെ ഓർക്കണം. അപ്പൻ എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട്. എന്തുമാത്രം പ്രയാസം അപ്പൻ അനുഭവിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. നമ്മുടെ രോഗത്തിന്, നാം ചെയ്ത പാപത്തിന്റെ പരിഹാരമാണ് നമ്മിൽ വെളിപ്പെടുന്ന നാം വഹിക്കേണ്ട ഭാരം, നാം ചുമക്കേണ്ട ഭാരം തോളിലേറ്റില്ലേ. സകല ഭാരം മുറുകെ പറ്റുന്ന പാപം വിട്ട് ഓടുക, കർത്താവിന് വേണ്ടി ഓടുക. ഒരുപക്ഷെ പലരും നിങ്ങൾ നോക്കി പറഞ്ഞിരിക്കുക, കഴിവില്ലാത്തവൻ, ഉപയോഗമില്ലാത്തവൻ. ഈ ബൈബിൾ നാം നോക്കുമ്പോൾ കാണാൻ പറ്റും, ലോകം മാറ്റിയതിനെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചത്, ലോകത്തിന് വേണ്ടാത്ത ചിലതിലേക്ക് കർത്താവ് എടുത്ത് ഉപയോഗിച്ചത്. ദാവീദ് ആടുകളെ വെച്ച് നടന്നവനാ, കുടുംബക്കാർ തള്ളിയവനാ, ഉപയോഗിച്ചില്ലേ, രാജകീയ പദവിയിലേക്ക് കൊണ്ടുവന്നില്ലേ, കൃപയല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടോ? എഴുന്നേൽക്കുവാൻ തയ്യാറായില്ലേ? കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറായില്ലേ? പത്രോസിനെ യേശു വിളിച്ചു. എന്ത് കണ്ടോട്ടാ പത്രോസ് ഇറങ്ങി തിരിച്ചേ? അപ്പൊ വിളിക്കോ, പത്രോസേ വാ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാന്ന്. എന്ത് കണ്ടിട്ടോ പത്രോസ് ഇറങ്ങിച്ചെന്നേ? യേശു പറഞ്ഞോ, ഞാൻ നിനക്ക് ഒരു കൊട്ട മീൻ തരാം, നീ ഇറങ്ങി വാന്ന് പറഞ്ഞോ? ഞാൻ നിനക്ക് ഒത്തിരി അനുഗ്രഹം തരാം, നീ ഞങ്ങളുടെ കൂടെ വാന്ന് പറഞ്ഞോ? പത്രോസിനോട് അങ്ങനെയാണോ അപ്പൊ പറഞ്ഞേ? എന്തു പറഞ്ഞ വിളിച്ചേ? വാ, എന്റെ പിന്നാലെ വാ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കാന്ന്. ഞാൻ സ്പിരിച്വലി തിങ്ക് ചെയ്യാൻ വേണ്ടി റോഡ് വരാം. പത്രോസ് പൊട്ടനെ പോലെ ഇറങ്ങി തിരിച്ചില്ലേ? ചില സമയങ്ങളിൽ പൊട്ടനെ പോലെ ആകേണ്ടി വരും. ആയിക്കോ, ഉപയോഗിച്ചില്ലേ പത്രോസിനെ? ഒറ്റ പ്രസംഗത്തിലല്ലേ 3000 പേർ സ്നാനമേറ്റ്. തന്റെ കഴിവാണോ? കഴിവില്ലാത്തവൻ, വെറും മീൻ പിടുത്തക്കാരൻ എന്ന് പറഞ്ഞ്
കിട്ടിയില്ലേ താക്കോൽ? കിട്ടിയില്ലേ താക്കോൽ? സ്വർഗത്തിന്റെ താക്കോൽ കിട്ടിയില്ലേ? ചിലതൊക്കെ തുറക്കുക. ആർക്കും വേണ്ടാത്തതെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതിന് മൂലക്കല്ലായി തീർക്കുന്ന കർത്താവ്, തള്ളിക്കളഞ്ഞതിന് എനിക്ക് വേണ്ടത് ആർക്കും വേണ്ടാത്തതിനെയാ. കഴിവില്ലാത്തതിനെ എനിക്ക് വേണ്ടത്. എവിടെന്നാ കിട്ടിയ പത്രോസിനെ ബുദ്ധി? ക്രിസ്തു ആരെന്ന്, ഞാൻ ഈ മനുഷ്യപുത്രൻ ആരെന്ന് ചോദിക്കുമ്പോ പലരും പ്രവാചകനെന്നും അവൻ മറ്റും പറയുമ്പോ പത്രോസ് പറഞ്ഞില്ല, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന്. എവിടെന്ന് കിട്ടിയ ജ്ഞാനം? തന്റെ ജ്ഞാനമാണോ? കർത്താവ് തന്നെ പറഞ്ഞു, ഇത് നിന്റെ ജ്ഞാനമല്ല, ഉയരത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതാ, നിന്റെ കഴിവ് കൊണ്ട് നീ പറഞ്ഞതല്ല. അതുകൊണ്ട് പത്രോസേ, നീ പറയാ പത്രോസേ, സഭയുടെ ആത്മാവാ ദൂത് പറയാ, നീ പറയാ. ദൈവം അനുവദിക്കാണ്ട് ഒരു പാറ തകർക്കണമെങ്കിൽ, ഒരു പാറ തൊടണമെങ്കിൽ ഗവൺമെന്റിന്റെ ഓർഡർ വേണ്ടേ? അധികാരിയുടെ ഓർഡർ വേണ്ടേ? നീ പറയാ സഭ, പാറ തൊടണമെങ്കിൽ അധികാരമുള്ളവൻ സമ്മതിക്കാണ്ട് പാറ തകർക്കുവാൻ കഴിയത്തില്ല. പാറ തകർക്കണമെങ്കിൽ അധികാരം വേണം, ഓർഡർ വേണം, അധികാരിയുടെ ഓർഡർ. പാറ നിന്നെ തൊടുന്ന ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നതിന്റെ സമമാണ്. ദൈവത്തിന്റെ അനുവാദമില്ലാണ്ട് ഒരു രോഗമോ ഒരു കടബാധ്യതയോ നിങ്ങൾ അലട്ടുന്ന ഒരു ഭാരമോ തൊടത്തില്ല. പത്രോസ്, നീ പാറ, എന്റെ സഭ ഞാൻ പണിയും. നിന്നെ പണിയുന്ന പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. സഭയോ ദൈവം വസിക്കുന്ന മന്ദിരമാ നിങ്ങൾ. അതിനെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. അത് രോഗമായിക്കൊള്ളട്ടെ, മാനുഷികമായ അനുഭവങ്ങളായിക്കൊള്ളട്ടെ, ഏതൊരു ഞെരുക്കമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ മന്ദിരത്തെ തൊടുവാൻ ആർക്കും അധികാരമില്ല. കൊടുത്തില്ലേ? ഈ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഈ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. താക്കോൽ കൊടുത്തില്ലേ? കഴിവാണോ? കൃപ തന്നെ മാനിച്ചില്ലേ? നിൽക്കുവാൻ തയ്യാറായപ്പോൾ കർത്താവിന് വേണ്ടി ശോഭിക്കാൻ